പ്രൈസ് ദി ലോർഡ്. Praise the Lord. ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാർ, സഹോദരി സഹോദരന്മാർ, അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത ബഹുമാന്യ ദൈവദാസൻ മനോജ്, നിങ്ങളെ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കർത്താവിൻ്റെ കൃപയാൽ ക്രിസ്തീയ ശിഷ്യത്വം എന്ന ഒരു വലിയ സബ്ജക്റ്റ് അല്പമായി നമുക്ക് ചിന്തിക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ക്രിസ്തീയ ശിഷ്യത്വം മനസ്സിലാക്കുവാനും അത് പ്രായോഗികമാക്കി ജീവിക്കുവാനുമുള്ള ശ്രമത്തിൽ നാം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിലുള്ള ജീവിതത്തെക്കുറിച്ച് നിരന്തരമായി ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് നമ്മൾക്ക് ഒരു ഗ്രാഹ്യമില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മൈൻഡിൽ തന്നെ ഒരു ബ്ലോക്ക് വരും. അത് നമുക്ക് ആവശ്യമുള്ളതല്ല, നമ്മളെ കൊണ്ട് കഴിയത്തില്ല എന്ന ചിന്ത നമ്മളെ അലട്ടുവാൻ തുടങ്ങും. അതുകൊണ്ടാണ് ആരംഭത്തിൽ അല്പസമയം എടുത്ത് കഴിഞ്ഞ സെഷനുകളിൽ യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തെക്കുറിച്ച് നമ്മൾക്ക് അല്പമായി ചിന്തിക്കുവാൻ കർത്താവ് കൃപ ചെയ്തത്. അങ്ങനെ ഞാൻ പറയുമ്പോൾ അവിടുന്ന് 100% ദൈവമാണ്, അപ്പോൾ തന്നെ 100% മനുഷ്യനാണ്. മനുഷ്യത്വത്തിൽ അവിടുത്തെ ജീവിത ശൈലി നമുക്ക് മാതൃകയാണ്. അത് പിൻപറ്റുവാനായി നാം സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ് ക്രിസ്തീയ ശിഷ്യത്വം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് കർത്താവിൻ്റെ ദാസി ഓർപ്പിച്ചതുപോലെ നമ്മുടെ 7ാമത്തെ ധ്യാനമാണല്ലോ. കഴിഞ്ഞ നമ്മുടെ ധ്യാനത്തിൽ യേശുക്രിസ്തുവിൻ്റെ വളരെ ആഴമായ താഴ്മ നാം തിരുവെഴുത്തിലൂടെ ശ്രദ്ധിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദൂത് നമ്മൾ ചിന്തിച്ചു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. ഇതുപോലെ യേശുവിൻ്റെ വളർച്ചയുടെ ചില കാര്യങ്ങളും നമ്മൾക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. അപ്പോൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ക്രിസ്തു കേന്ദ്രിതമായിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ടെങ്കിലും വി ആർ ഫോക്കസിങ് ഓൺ ജീസസ്. കാരണം യേശുവിൻ്റെ ആ വളർച്ചയുടെ ഘട്ടം നമ്മൾ മനസ്സിലാക്കി അതാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ അതിനാണ് പഠിക്കുന്നത്. അപ്പോൾ തന്നെ ഇന്നത്തെ ധ്യാനത്തിൽ യേശുവിൽ നമ്മൾ കേന്ദ്രീകരിക്കുമ്പോൾ തന്നെ എനിക്കല്പം യേശുവിൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിലും ചില സൂചനകൾ തരാനുണ്ട്. അത് നമുക്ക് നമ്മുടെ ഫാമിലി ലൈഫിനെയൊക്കെ ഒന്ന് ചിന്തിക്കുമ്പോൾ ഒന്ന് വിലയിരുത്തുവാൻ തക്കവണ്ണം അത് ഇടയായിത്തീരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 41 മുതൽ 47 വരെയുള്ള വചനങ്ങളിലാണ് ഞാൻ കേന്ദ്രീകരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. എന്നാൽ അവിടേക്ക് വരാൻ വേണ്ടി ചില റെഫറൻസുകൾ ഞാൻ പറഞ്ഞ് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റുകൾ ഒന്ന് സൂചിപ്പിച്ച് നമുക്ക് ഈ വേദഭാഗത്തിലേക്ക് വരാം. 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുണ്ട്. 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 8-ാം ദിവസം കർത്താവിനെ പരിച്ഛേദന കൊടുത്തു എന്നും യേശുവിൻ്റെ പേര് ദൂതൻ നിർദ്ദേശിച്ചതനുസരിച്ച് അവര് ആ പേര് ഇട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയും. 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ ജനനത്തിൽ 40-ാമത്തെ ദിവസത്തിൽ മറിയയുടെ പ്യൂരിഫിക്കേഷന് വേണ്ടി ദേവാലയത്തിൽ വരുന്നു, യേശുവിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ ഒരു ഓഫറിങ് ന്യായപ്രമാണം അനുസരിച്ച് അവർ അർപ്പിക്കുന്നതായിട്ട് കാണും.
25 മുതൽ 38 വരെയുള്ള വാക്യത്തിൽ ആത്മപൂർണനായ ശിമയോനും വിധവയായ ഒരു സഹോദരി, താനൊരു പ്രവാചകയാണ്, ഈ രണ്ടു പേരുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ അവിടെ നടക്കുന്നതായിട്ട് ഉള്ള രേഖകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ 38 വാക്യവും 39 വാക്യത്തിനും ഇടയ്ക്ക് നടക്കുന്ന പല കാര്യങ്ങൾ ഉണ്ട്. അത് ലൂക്ക് രേഖപ്പെടുത്തുന്നില്ല. അത് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ വിദ്വാൻമാർ കർത്താവിനെ വന്ന് നമസ്കരിക്കുന്നു. മത്തായി 2-ന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ കുടുംബം യോസഫ്, മേരി, ജീസസിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് എസ്കേപ്പ് ചെയ്യുന്ന ഒരു ഭാഗം അവിടെ ഉണ്ട്. ഇതുപോലെ 2-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 19 മുതൽ 23 വരെ ഉള്ള വാക്യങ്ങളിൽ ഹെരോദാവിന്റെ മരണത്തിന് ശേഷം യോസഫും മേരിയും ജീസസും കൂടെ നാസറത്തിലേക്ക് റിട്ടേൺ ചെയ്യുന്ന കാണാൻ കഴിയും. അപ്പൊ ഞാനിതിങ്ങനെ ഒന്ന് പറഞ്ഞ് നമുക്കൊരു കണക്ഷൻ കിട്ടാനാ. ഇപ്പൊ 38-ാം വാക്യം 39-ന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ലൂക്ക് അത് എഴുതാത്തതുകൊണ്ട് നമ്മൾ അങ്ങ് നമുക്ക് പോകാം. പക്ഷെ ഞാൻ അതുകൂടെ ഒന്ന് ഉൾപ്പെടുത്തിയത്, നിങ്ങൾ ദൈവവചനം പഠിക്കാൻ താല്പര്യമുള്ളവരാണല്ലോ, അവിടെ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ലൂക്കോസ് 2:39 നമ്മൾ വരുമ്പോൾ കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും നിവർത്തിച്ച ശേഷം എന്നൊരു വാക്കാണ്. അപ്പൊ അത് ഇൻക്ലൂസീവ് ഓഫ് ദ സർക്കംസിഷൻ 21-ാം വാക്യത്തിലെ, അതുപോലെ തന്നെ 40-ാം ദിവസം പ്യൂരിഫിക്കേഷൻ 22 മുതൽ 24 വരെയുള്ള വാക്യം, അതെല്ലാമാണ് അവിടെ ഉൾപ്പെടെ നമ്മൾ കാണാൻ കഴിയുന്നത്. അപ്പൊ ആ വാക്യത്തിൽ എനിക്ക് പറയാനുള്ളൊരു സന്ദേശമുണ്ട്, അത് പിന്നീട് ഞാൻ പറഞ്ഞുകൊള്ളാം. ലൂക്കോസ് എന്ന എഴുത്തുകാരൻ ജോസഫ് ആൻഡ് മേരിയെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. വളരെ മാതൃകാപരമായ അവരുടെ ആത്മീക ജീവിതം, അത് നമ്മളും കാണാതെ പോകരുത്. അതാണ് ഞാൻ ആമുഖത്തിൽ, ജീസസിലാണ് നമ്മുടെ ഫോക്കസ് എങ്കിലും ജീസസിന്റെ ആ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാൻ തക്കവണ്ണം ആ എക്സാമ്പിള് വളരെ അനുഗ്രഹമായിരിക്കും എന്നതാണ് എൻ്റെ ചിന്ത. എന്നിട്ട് ആ 39 പറയുന്നു, അവർ ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസ്രയത്തിലേക്ക് മടങ്ങിപ്പോയി. എന്നിട്ട് നമ്മൾ 41-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ 40-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 40-ാം വാക്യവും എന്നിട്ട് 41 മുതലുള്ള വാക്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞ് അതിൻ്റെ ഏറ്റവും അവസാനം 52-ാം വാക്യവും 40th വേഴ്സ് ആൻഡ് 52nd വേഴ്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ബ്രാക്കറ്റ് പോലെ നമ്മൾ മനസ്സിലാക്കണം. ഈ 2 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ഹ്യൂമാനിറ്റിയിലുള്ള വളർച്ചയാണ്. അത് ഞാൻ ഇത്ര എംഫസൈസ് ചെയ്യാൻ കാരണം 41st വേഴ്സ് മുതൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏതാളും ചിന്തിച്ചു പോകും, നോ, ദിസ് ഇസ് നോട്ട് ദ ഹ്യൂമാനിറ്റി. അത് കർത്താവിൻ്റെ ദിവ്യത്വത്തിലുള്ള ജ്ഞാനമാണെന്ന് ചിന്തിച്ചു പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഈ 40th വേഴ്സ് ബിഫോർ 41 ആൻഡ് 52nd വേഴ്സ് ഇത് ബുക്ക് എൻഡ് പോലെ, ബ്രാക്കറ്റ് പോലെ നമ്മൾ അതിനെ മനസ്സിലാക്കണം. അപ്പൊ ലൂക്കിന് കൃത്യമായിട്ട് പറയാനുള്ളത് 41 മുതലുള്ള വേദഭാഗത്തിൽ യേശുക്രിസ്തുവിന്റെ ഹ്യൂമാനിറ്റിയിലെ വളർച്ചയാണ് എന്ന് തീർത്തും പറയാനുണ്ട്. അത് നമ്മൾ മിസ് ഔട്ട് ചെയ്യരുത്. നോക്കിയ 40-ാം വാക്യം, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു, ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു. ഫിസിക്കലി, മെന്റലി, സ്പിരിച്വലി എല്ലാം വളർന്നെന്നാണ്. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ ദൈവം സർവജ്ഞാനിയാണ്. അപ്പം ജ്ഞാനത്തിൽ നിറയാന്ന് പറയുമ്പോൾ ക്ലിയർ ആണ്, ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദ ഹ്യൂമാനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് അവസാനം ദൈവകൃപയും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു എന്നൊരു പദപ്രയോഗം. ആ ജ്ഞാനം നിറഞ്ഞു, ഫിൽഡ് വിത്ത് വിസ്ഡം. അപ്പം അങ്ങനെ ഒരു നിറവിൻ്റെ അനുഭവം ജീസസിന് ദൈനംദിന ജീവിതത്തിൽ ഉണ്ടായിരുന്നു.
ദൈവകൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഈ കൃപ എന്ന വാക്ക് നമുക്ക് പരിചയമുള്ളതുകൊണ്ട് നമ്മൾ പാപികളായിരുന്നു, നമ്മൾ കൃപയാൽ രക്ഷപ്പെട്ടു. അതുപോലെ ഒരു കൃപയല്ല യേശുവിൻ്റെ മേൽ. ഫേവർ വിത്ത് ഗോഡ് എന്ന മലയാള തർജ്ജിമ നമുക്ക് വേണേൽ ഇങ്ങനെ ചിന്തിക്കാം, അവിടുത്തേക്ക് അർഹിക്കുന്ന ദൈവത്തിന്റെ പ്രീതി ലഭിച്ചു എന്ന് നമ്മളൊന്ന് തർജ്ജമ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ 52-ാമത്തെ വാക്യത്തിൽ യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. അപ്പം വളരെ ക്ലിയർ ആണ് ഈ രണ്ട് ബുക്ക് എൻഡുകൾ, ബ്രാക്കറ്റുകൾ നമ്മൾ ചിന്തിച്ചാൽ ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദ ഹ്യൂമാനിറ്റി ഓഫ് ജീസസും. ജീസസിന് സിൻലെസ് ആയിരുന്നു, പക്ഷേ നോർമൽ വളർച്ചയായിരുന്നു. ശാരീരികമായി വളർന്നു, മാനസികമായി വളർന്നു, ആത്മീകമായി വളർന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കത് ഊഹിക്കാൻ കഴിയുമോ? യേശു ഇങ്ങനെ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഇങ്ങനെ കിടക്കായിരുന്നു, പിന്നെ യേശു ഇങ്ങനെ വളർന്നു, യേശു ഇങ്ങനെ നടക്കാൻ പഠിച്ചു, യേശുവിനെ ഇങ്ങനെ ഫീഡ് ചെയ്തു, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ അതാണ് നടന്നത്, അതാണ് സംഭവിച്ചത്. ഇൻ ഹിസ് ഹ്യൂമാനിറ്റി, എഗെയിൻ ഞാൻ അടിവരയിട്ട് പറയാം, ഇറ്റ് വാസ് സിൻലെസ് ഹ്യൂമാനിറ്റി. ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട. അപ്പൊ ഇത് രണ്ടും ഇങ്ങനെ രണ്ട് ഭാഗത്ത്, ഏറ്റവും മുകളിലും ഏറ്റവും താഴെയും ഉള്ളത് കൊണ്ട് ഇതിനിടയ്ക്ക് വരുന്ന സംഭവം 41st വേഴ്സ് മുതൽ ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ഹിസ് ടോട്ടൽ ഹ്യൂമാനിറ്റി. കാരണം ഒരു സമയം വരുമ്പോൾ നമുക്ക് ഒരു ചിന്താക്കുഴപ്പമുണ്ടാകും, ഇസ് ദാറ്റ് റിയലി ഇറ്റ് ഇൻ ഹിസ് ഹ്യൂമാനിറ്റി എന്ന് നമ്മൾ സംശയിക്കാതിരിക്കാനാണ് ഞാനും എഴുത്തുകാരൻ പറഞ്ഞ ആ വിഷയത്തിൽ അല്പമായിട്ട് ഊന്നൽ കൊടുത്ത് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചത്. 41 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയം. അതില് ആ പാസേജിൽ യേശുവിൻ്റെ ശൈശവം മുതൽ 12-ാം വയസ്സ് വരെയുള്ള ആ ശാരീരികമായും ബുദ്ധിപരമായും വ്യക്തിബന്ധങ്ങളിലും സാമൂഹികമായും ഒക്കെയുള്ള വളർച്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 41 മുതൽ നമ്മൾ കാണുമ്പോൾ ഇറ്റ്സ് ഓൾറെഡി ഹീസ് ഇൻ ഹിസ് 12th ഇയർ. അപ്പൊ 40 പരിഗണിച്ച് ആണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും കർത്താവ് വളരുന്നതായിട്ട്. അപ്പൊ എഗെയിൻ നമുക്കറിയാവുന്ന കാര്യം പറയാം, യേശുവിൻ്റെ കൺസെപ്ഷൻ വാസ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഒരു മനുഷ്യനും അതിനകത്ത് യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല. എന്നാലും അവിടുത്തെ ബർത്തും വളർച്ചയും നോർമൽ ഹ്യൂമൻ ബേബിയെ പോലെയാണ് വളർന്നത്. എഗെയിൻ ഐ സേ സിൻലെസ് ഗ്രോത്ത്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് 41-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. ഇവിടെ നിങ്ങൾ സീരിയസ് ആകണം, എൻ്റെ കൂടെ നിങ്ങൾ വരണം, നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ പഠിക്കുകയാണെങ്കിലും വളരെ ആഴമേറിയ ദൂതുകൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. 41-ാം വാക്യം, അവൻ്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. മേരിയുടെയും ജോസഫിൻ്റെയും ഒരു പതിവാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാ വർഷവും അവര് യെരുശലേമിലേക്ക് പെസഹ പെരുന്നാളിന് പോകും. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമുക്ക് പാടൊന്നുമില്ലെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ യേശുവിൻ്റെ അമ്മയപ്പന്മാരുടെ ആത്മീക നിലവാരം? ജീസസിന്റെ ഹ്യൂമാനിറ്റിയിൽ വളരാൻ തക്കവണ്ണം പിതാവാം ദൈവം നിയോഗിച്ച കുടുംബം, എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായത് എക്സെപ്ഷണൽ ആയിരുന്നു, റിയലി സ്പിരിച്വൽ ആയിരുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ,
ഈ നസ്രേത്തുകാരായ ഇവര് ബേത്ലഹേമിൽ വരണം കുട്ടിയെ പ്രസവിക്കാൻ. അപ്പോഴത്തേക്ക് അതിന് സെൻസസ് ഒക്കെ എടുക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ ബേത്ലഹേമിൽ ഒരു സഹോദരി ഇല്ലേ? പരിശുദ്ധാത്മാവിനാലല്ലേ കൺസീവ്ഡ് ആയിട്ട് മറിയ എന്നുള്ള പേര് വേണോ? അവിടെ ഏതെങ്കിലും ഒരു കുട്ടി ഇല്ലേ മറിയ എന്നുള്ള? ദൈവിക സിലക്ഷനാണ് മേരിക്ക്. പക്ഷെ തിരുവഴുത്തനുസരിച്ച് ഷീ ഹാസ് ടു കം ആൻഡ് ഡെലിവർ ദ ചൈൽഡ് ഇൻ ബേത്ലഹേം. അപ്പൊ അത്രമാത്രം ദൈവികമാകുന്ന തിരഞ്ഞെടുപ്പ് മറിയയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സഹോദരിയുടെയും ജോസഫിന്റെയും ക്വാളിറ്റി, ജോസഫ് നമുക്കറിയാം നീതിമാനായിരുന്നു. ആദ്യം അദ്ദേഹത്തിന് അല്പം തടസ്സമുണ്ടായിരുന്നു, കാരണം എൻഗേജ്ഡ് ആയിരുന്നപ്പോൾ തന്നെ ഷീ വാസ് ഫൗണ്ട് ടു ബി പ്രഗ്നന്റ്. പിന്നെ അദ്ദേഹത്തിന് ദൈവിക ഇടപെടൽ ഉണ്ടായി, കൺഫ്യൂഷൻസ് എല്ലാം മാറി, മറിയെ ചേർത്ത് കൊണ്ടു. നമുക്ക് ആ കാര്യമൊക്കെ അറിയാം. ഇവരെത്രമാത്രം ആത്മീകരായിരുന്നു. എല്ലാ വർഷവും യെരുശലേമിലേക്ക് പാസ് ഓവർ ഫീസ്റ്റിന് ഇവർ കടന്നു പോകുമായിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ വിശ്വസ്തരായിരുന്നു. അവരുടെ പാരമ്പര്യമായ വിശ്വാസത്തെ മുറുകെ പിടിച്ചു നിന്ന ഒരു കുടുംബമാണ്. അപ്പൊ ഇത് നമ്മുടെ ഇവിടുന്ന് 20 മിനിറ്റ്സ് അങ്ങോട്ട് പോയി അടുത്ത ബ്ലോക്കിലോട്ട് ഡ്രൈവ് ചെയ്യുന്ന പോലെ അല്ല. നസ്രയത്തിൽ നിന്ന് ഏകദേശം 80 മൈൽ ദൂരെയുള്ള ഒരു സ്ഥലത്താണ് ഇവർക്ക് പോകേണ്ടത്. അതെല്ലാ വർഷവും വിത്തൗട്ട് ഫെയിൽ അവർ പോയിരുന്നു. ദൈവമക്കൾക്ക് അറിയാം പെസഹയുടെ ഇമ്പോർട്ടൻസ് ഒക്കെ. ഇസ്രായേൽ ജനം മിസ്രൈമി അടിമത്വത്തിലായിരുന്നു. ആ 400 വർഷത്തെ അടിമത്വം ദൈവം അത്ഭുതകരമായി മോശയിലൂടെ വിടുവിക്കുന്ന അതൊക്കെ നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 51 വരെയുള്ള വാക്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഏറ്റവും അവസാനത്തെ ബാധ നിങ്ങൾക്കറിയാം. സംഹാരകൻ കടന്നു പോകുന്നു, സംഹാരദൂതൻ. കട്ലപ്പടിമേലും കുറുമ്പടിമേലും കുഞ്ഞാടിന്റെ രക്തം അടയാളമായിട്ടില്ലാത്ത സകല വീടുകളിലെയും ആദ്യജാതൻ ഛേദിക്കപ്പെടും. അപ്പം രക്തം അടയാളമായിട്ടുണ്ടെങ്കിൽ ഈ സംഹാരദൂതൻ കടന്നു പോകും. അപ്പോൾ ദൈവം തൻ്റെ ജനത്തെ വിടുവിച്ചത് വർഷം തോറും ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. പാസ് ഓവർ, പെന്റക്കോസ്റ്റ്, പിന്നെ ഫീസ്റ്റ് ഓഫ് ടാബർനക്കിൾസ്, കൂടാര പെരുന്നാൾ. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട പെരുന്നാളുകൾ പുരുഷ പ്രജയെല്ലാം അത് അറ്റൻഡ് ചെയ്യണമെന്നുള്ളത് ന്യായപ്രമാണ നിയമമാണ്. ശരിക്കും എല്ലാ ജൂയിഷ് ആളുകളും അങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള നിയമം ഉണ്ടെങ്കിലും പിന്നീട് യഹൂദന്മാര് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ അവര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കൊക്കെ പോയത് നിമിത്തം ഇത് പ്രായോഗികമാകാൻ തക്കവണ്ണം ഒത്തിരി ബുദ്ധിമുട്ട് വന്നിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ സഹോദരിമാർ ഈ ഫെസ്റ്റിവലിന്, ഫീസ്റ്റുകൾക്കൊക്കെ പോകുക എന്നുള്ളത് കർക്കശ നിയമമല്ല. റബിമാരിൽ ചിലരൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ കർക്കശ നിയമമല്ലാതിരിക്കെ മറിയം എന്തിനാണ് ഈ പോകുന്നത്? അവിടെയാണ് എനിക്ക് പിന്നെയും ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഷീ വാസ് എ വെരി മെച്യൂർ സ്പിരിച്വൽ വുമൻ. അപ്പൊ ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ് ഡെവലപ്പ് ചെയ്യുന്നത് മക്കളെക്കുറിച്ച് നമുക്ക് വളരെ കൺസേൺ ആണ്. മക്കളെ ദൈവവചനം പഠിക്കണം, ദൈവവചനത്തിലേക്ക് അവർ വരണം എന്നൊക്കെയുള്ള വലിയ ആർത്തിയും ആവേശമൊക്കെ നമുക്കുണ്ട്. ജീസസിനെ അവര് ട്രെയിൻ ചെയ്തതും ജീസസിന് അവർ കൊടുത്ത പരിചയത്തെ നാം കാണാതെ പോകരുത്. ആ നല്ല ഒരു സാഹചര്യം ദൈവത്താൽ നിയോഗിതമായി അവർക്ക് സാമ്പത്തികമധികമില്ലെങ്കിലും ജീസസിന് അങ്ങനെയുള്ള നല്ല ഒരു സർക്കംസ്റ്റൻസ് ഉണ്ടായി. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആത്മീകതയ്ക്ക് പകരം സാമ്പത്തിക ഭദ്രതയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ മേരിയും ജോസഫിനും സാമ്പത്തികം വലുതായിട്ടില്ല. അവര് ഒരു നല്ല ആത്മീക അന്തരീക്ഷമാണ് അവരുടെ ഭവനത്തിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് അവരുടെ ആത്മീക തീഷ്ണതയെ
ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ്. 42-ാം വാക്യം. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ, കണ്ടോ, പതിവ് പോലെ പെരുന്നാളിന് പോയി. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇനിയും ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഏകദേശം 80 മൈൽ ദൂരമുണ്ട്. 3-4 ദിവസത്തെ വഴിയാത്രയാണ്. ഒരുപക്ഷെ ഒരു 20 മൈൽ വെച്ചായിരിക്കും ഒരു ദിവസം അവര് കവർ ചെയ്യുന്നത്. അപ്പൊ ജോസഫും മേരിയും 12 വയസ്സ് ബാലനായിരിക്കുന്ന ജീസസും ഒരുമിച്ചുള്ള യാത്രയാണ്. അപ്പൊ ഇതിനിടയ്ക്ക് നേരത്തെയൊക്കെ ജീസസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ലൂക്ക് ആ കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ ആ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുമില്ല. എൻ്റെ ചിന്തയിൽ ചിലപ്പോൾ വരും ഇറ്റ് ഈസ് പോസിബിൾ എന്നുള്ളത്. ബട്ട് ലൂക്ക് ഇസ് നോട്ട് സെയിങ് ആൻഡ് ദെയർഫോർ ഐ ഡു നോട്ട് വാണ്ട് ടു സ്പെക്കുലേറ്റ്. ഓക്കെ, അപ്പൊ ഈ വഴിയാത്ര അവരുടെ ഭക്തി മനസ്സിലാക്കാൻ, നമ്മളിപ്പോൾ നമ്മുടെ ഒരു ടൗണിൽ നിന്ന് അടുത്ത ടൗണിലോട്ട് പോകുന്നത്, അവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, സിഗ്നൽസ് ഒക്കെ ഉണ്ട്. സിഗ്നലൊക്കെ നമ്മൾ മര്യാദക്കൊക്കെ പോയാൽ അങ്ങ് ചെന്ന് ചേരും, കുഴപ്പമൊന്നുമില്ല. അവരുടെ യാത്ര അങ്ങനെയല്ല. പിടിച്ചുപറിക്കാര് പലയിടങ്ങളിലുണ്ട്. ഈ പിടിച്ചുപറിക്കാർ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ യാത്രകൾ പലപ്പോഴും വലിയ കാരവാനുകളിലാണ്. ബന്ധത്തിൽപ്പെട്ടവര്, മിത്രങ്ങള്, അയൽവാസികള്, ഇവരൊക്കെ കൂടെ കൂടി ഒരു വലിയ ഒരു ജേണിയാണ് അവരുടേത്. ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയൂടെയാണ് അവര് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അവർ യെരുശലേമിൽ ഒരു പെസഹായിക്ക് ജോസഫും മേരിയും ബാലനായ ജീസസും വരുമ്പോൾ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ആളുകളായിരിക്കും അവിടെ. എല്ലാവരും ലോഡ്ജിൽ ഒരു മുറിക്ക് വേണ്ടിയും പിന്നെ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരു സാഹചര്യം. ഈവൻ യാഗമൃഗത്തിൽ കൊണ്ടുവരുന്ന അനുഭവങ്ങൾ ഇതെല്ലാം ഉണ്ട് അവിടെ. ഇഷ്ടം പോലെ ഈ യാചകർ കാണും. കാരണം നല്ല ഒരു സമയമാണ് അവർക്ക് എന്തെങ്കിലും സാമ്പത്തികം ഉണ്ടാക്കാൻ. റോമൻ പട്ടാളക്കാര് അതുവഴി ഇതുവഴി എല്ലാം നടക്കും. കാരണം ലോ ആൻഡ് ഓർഡർ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഒരു വലിയ അന്തരീക്ഷമാണ്. ഞാൻ പറഞ്ഞല്ലോ, യാഗമൃഗം കൂടെ കാണാൻ സാധ്യതയുണ്ടെന്ന്. ഒരു ചിന്ത വെക്കുക കേട്ടോ, ഞാനവിടെ നിൽക്കുന്നില്ല. മേരിയും ജോസഫും കൂടെ 12 വയസ്സ് ബാലനായിരിക്കുന്ന ജീസസിനെ കൊണ്ടുപോകുമ്പോൾ വരുന്ന വർഷങ്ങളിൽ ജീസസ് ആണ് ഈ മുഴു ലോകത്തിൻ്റെയും പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഇത് വല്ലതും ജീസസിന്റെ മൈൻഡിലൂടെ ക്രോസ് ചെയ്തോ എന്നുള്ളതിനെ കുറിച്ച് ഐ ഡോണ്ട് നോ. പക്ഷേ ആളുകൾ ആടുകളെ കൊണ്ടുവരുന്നു. ഈ കുടുംബവും ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഒന്നിൽ അവിടുന്ന് നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ കൊണ്ടുവരാം. എങ്ങനെയാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ നമ്മൾ ഇതിനെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ കഴിയും, ജീസസ് ഈസ് ഓൾസോ വിത്ത് ദം ആൻഡ് ഹി ഈസ് ഗോയിങ് ടു ദ പാസ്ഓവർ. വരാൻ പോകുന്ന വർഷങ്ങളിൽ ആ ദൂരവീക്ഷണത്തിൽ നമ്മൾ കാണുമ്പോൾ ഹി ഈസ് the true Passover lamb എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. സാന്ദർഭികമായി അതൊന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ 12-ാം വയസ്സെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 12-ാം വയസ്സ് അവരുടെ ഇടയിൽ, ഈ 12-ാം വയസ്സ് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം അവിടെയാണ് പക്വതയും ഉത്തരവാദിത്വവും ഒരു ബാലന് ആ ഒരു സ്ഥിതിയിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് അവർ മനസ്സിലാക്കുന്നത്. മാത്രമല്ല 13-ാമത്തെ വയസ്സിലാണ് ശരിക്കും ഒരു യഹൂദ പുരുഷ പ്രജ പള്ളിയിലെ, അതായത് അവരുടെ സിനഗോഗിലെ ആത്മീക കാര്യങ്ങളിൽ പൂർണ്ണ പങ്കാളിത്തം നേടുന്നതിന് യോഗ്യനാകുന്നത്. അപ്പൊ അതിന് മുൻപുള്ള തയ്യാറെടുപ്പാണ് ഈ 12-ാം വർഷം നടക്കുന്നത്. 12-ാം വർഷത്തിലെ തയ്യാറെടുപ്പുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൺകുട്ടികൾ ദൈവത്തിന്റെ നിയമത്തിന് കണക്ക് കൊടുക്കേണ്ടവരായി തീരുകയാണ്. അതിന് പറയുന്ന ഒരു പേരുണ്ട്, ബാർ മിത്സ്വ എന്നാണ് അവർ പറയുന്നത്. പ്രത്യേക ചടങ്ങുകൾ, സെറിമണികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് 12-ാം വയസ്സിൽ പോകുക എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കണം. എന്നിട്ട് 43-ാം വാക്യം കൂടെ വായിക്കുന്നു. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ
ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു, അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. അവിടെ പിന്നെയും എനിക്ക് കാണിക്കാനുള്ളത്, പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ, എന്ന് പറഞ്ഞാൽ പെസഹ പെരുന്നാളിന്റെ ദിവസം കഴിഞ്ഞാൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളുണ്ട്. ഇതെല്ലാം കൂടെ 7-8 ദിവസമാണ്. They totally completed that. അത് വളരെ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ പാസ്റ്റർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? എത്രയോ ആളുകൾ 1-2 ദിവസം കഴിഞ്ഞ് അവരവരുടെ വീട്ടിലേക്ക് പോകും. ആരെ കഴിയും ഒരാഴ്ച 8 ദിവസം ഇവിടെ താമസിക്കാൻ? പക്ഷെ ഇവരുടെ ഭക്തി നിമിത്തം they completed those days. ഇവിടെ നിന്ന് ഞാൻ ഇതുവരെ പറഞ്ഞത് നിങ്ങൾ ആ കുടുംബത്തെ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, ആത്മീക കാര്യങ്ങളിൽ ജോസഫും മേരിയും ഒറ്റക്കെട്ടാണ്. ദേ ആർ യുണൈറ്റഡ്. ഓക്കെ, അല്ലാതെ ഒരാൾക്കൊരു വാദം, വേറൊരാൾക്ക് വേറൊരു വാദം, പിന്നെ തമ്മിൽ ശണ്ട. എന്നിട്ട് 21-ാമത്തെ വയസ്സിൽ പാസ്റ്റർ കൈവച്ച് പ്രാർത്ഥിച്ചാൽ ചെറുക്കനും പെണ്ണും നേരെയാകുമെന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടാണ്. മാറത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. there are always exceptions. കുട്ടികൾ ശരിക്കും ആത്മീകമായി വളരാനുള്ള ദൈവത്താൽ നിയോഗിതരായിരിക്കുന്ന ഈ ഭവനത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക. എത്ര മാതൃകാപരമാണ്. ലൂക്ക് അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മൾ വിട്ടുപോകരുത്. അവർ ഇരുവരും എന്ത് യുണൈറ്റഡ് ആണ് എന്നുള്ളത്. ശരിക്കും വളരാനുള്ള ഒരു അനുകൂല സാഹചര്യം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞതുപോലെ എക്സെപ്ഷൻസ് ഉണ്ട്. ബ്രോക്കൺ ഫാമിലിയിൽ നിന്ന് തന്നെ അനുഗ്രഹീതരായ ആളുകൾ വരുന്നുണ്ട്, ഒരു സംശയവും എനിക്കില്ല. പക്ഷേ ഇങ്ങനെ ഒരു അനുഭവമാണെങ്കിൽ അതാണ് ഐഡിയൽ ഫാമിലി. ഭാര്യയും ഭർത്താവിനും ഒരേ കാഴ്ചപ്പാട്, രണ്ടുപേരും ദൈവവചനത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാൻ ബന്ധപ്പെടുന്ന ആളുകൾ. തീർച്ചയായിട്ടും മാതാപിതാക്കൾ എന്ന നിലയിൽ ഇൻഫ്ലുവൻഷ്യൽ ആണ് കുട്ടികളുടെ മേൽ. രണ്ടാമത്തെ ഒരു കാര്യം, അത് ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. നമുക്കൊരു ആപ്ലിക്കേഷൻ. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിച്ച് സെയിം വിഷനുള്ള ഭാര്യയും ഭർത്താവും ഒരുമിച്ച്. ഇന്നത്തെ കാലത്ത് എന്ത് വന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഭർത്താവ് എന്ത് ആഫ്രിക്കയില, ഭാര്യ എന്ത്, ഭാര്യ വേറെ എടുത്ത, കുട്ടികൾ ഇവിടെ അവർ വല്യപ്പച്ചൻ്റെയും വല്യപ്പച്ചനും വേറെ കണ്ട്. എന്തുവാ ഇതിന്റെ അർത്ഥമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നീട് കരഞ്ഞിട്ട് കാര്യമുണ്ടോ പ്രിയരെ? പിന്നീട് കരഞ്ഞിട്ട് എന്താ കാര്യം? അത് നേരമില്ല ഫാസ്റ്റർ, നേരമില്ലാത്തതുകൊണ്ടാണ്. ഞാനിതാ പ്രാരംഭത്തിൽ പറഞ്ഞത്, ഇവർക്ക് സാമ്പത്തികം വലുതായിട്ട് പറയാനില്ലെങ്കിലും ആത്മീക കാര്യത്തിന് അവർ കൊടുത്ത പ്രയോറിറ്റി, മുൻതൂക്കത്തെ നാം അവഗണിക്കരുത്. ആമുഖമായിട്ട് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, യെസ്, ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് ജീസസ്, ബട്ട് ലെറ്റ്സ് ഓൾസോ നോട്ട് ഡിനൈ ഓർ ഓവർലുക്ക് ഹിസ് പേരൻസ് ജോസഫ് ആൻഡ് മേരി. അപ്പൊ ഒരുപാടൊക്കെ തിയോളജി, ജോസഫ് അല്ല റിയൽ ഫാദർ. എഗ്രീഡ്. ഏതായാലും വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അമ്മയപ്പന്മാരെന്നാണല്ലോ. സ്തോത്രം. ദ ലീഗൽ ഫാദർ, യെസ്, ഹി വാസ് കൺസീവ്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പക്ഷെ ദൈവത്താൽ ഇവർ നിയോഗിതരായി. അപ്പൊ ഇവരുടെ ക്വാളിറ്റികൾ നമ്മളൊന്ന് നോക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രിയരെ, ആണും പെണ്ണും നമ്മുടെ കുഞ്ഞുങ്ങൾ കൈവിട്ടു പോകുന്ന കാലഘട്ടമാണ്. അതിന് അമേരിക്ക വരെ പോകണ്ട, ഈ കൊച്ചു കേരളത്തിലും അന്തം വിട്ടു നിൽക്കുകയാണ് ആളുകൾ. വാട്ട് ഈസ് ഹാപ്പനിങ്? വി ആർ പേയിങ് എ ഹെവി പ്രൈസ്. ഇത് മനസ്സിലാക്കണം. കുറ്റമാരോപിക്കുകയല്ല, പക്ഷെ കാര്യം ഞാൻ പറയാം. ഇങ്ങനെ പോകുന്നതിൽ മാതാപിതാക്കൾക്ക് കൈയുണ്ട്. നമ്മൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. മറ്റൊരു കാര്യം, ട്രെയിനിങ്, ഒരു ചൈൽഡിന്റെ ട്രെയിനിങ് 12-ാം വയസ്സിലല്ല തുടങ്ങിയത്.
ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുകയും ജോസഫ് വീട്ടുനാഥൻ എന്ന നിലയിൽ ഹീ ട്രെയിൻഡ് ഓർ ആദ്യ ബാലപാഠങ്ങൾ ജീസസിന് കൊടുത്തത് ജോസഫാണ്. പിന്നീട് തീർച്ചയായിട്ടും അവരുടെ പള്ളിയോട് സിനഗോഗിനോട് ചേർന്നുള്ള ട്രെയിനിങ് കാര്യങ്ങളുണ്ട്. അല്ലാതെ 12-ാം വയസ്സിൽ വിളിച്ച പെസഹായ്ക്കൊന്നും വരത്തില്ല. വാട്ട് പെസഹ എന്ന് ചോദിക്കും. ഇത് നേരത്തെ തന്നെ മാതാപിതാക്കളുടെ തീഷ്ണതയും വീട്ടിൽ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചതാ. എങ്കിൽ ഒരു ആപ്ലിക്കേഷൻ തരാം. എന്താ ഈ പെസഹ? പെസഹ എന്ന് പറയുന്നത് മിസ്രൈമിൽ നിന്നുള്ള ദൈവജനത്തിന്റെ വീണ്ടെടുപ്പാണ്. കട്ലപ്പടിമേലും കുറുമ്പടിമേലും രക്തം പുരട്ടിയവര് എസ്കേപ്ഡ് ദ ഡെത്ത്. ഇത് ആത്മീകമായിട്ട് അപ്ലൈ ചെയ്താൽ ആത്മരക്ഷയുടെ ഒരു സൂചനയല്ലേ, സിംബോളിക്കായിട്ടല്ലേ നമ്മൾ ഇത് കാണുന്നത്? അങ്ങനെയാണെങ്കിൽ മാതാപിതാക്കളെ, നമ്മൾ അക്ഷരാർത്ഥത്തിൽ പെസഹ ആചരിക്കാൻ എങ്ങും പോകുന്നില്ല. പക്ഷേ ദൈവവചനം രക്ഷയുടെ സന്ദേശമുള്ള ഇടത്ത് നമ്മുടെ കുട്ടികളെ കൊണ്ടിരുത്താനും കുടുംബ പ്രാർത്ഥനകളിൽ ഈ രക്ഷയുടെ സന്ദേശം പറഞ്ഞു കൊടുക്കാനും യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും നമുക്ക് കഴിയാതെ പോയി. അതിനെക്കാട്ടിൽ വലിയ ജോലിയാണ് നമ്മുടെ ജോലി എങ്കിൽ ബ്ലണ്ടാണ് ഞാൻ, റിസൈൻ ദാറ്റ് ജോബ്. ഏതായാലും നമ്മുടെ മക്കളെക്കാട്ടി വലുതല്ലത്. സ്തോത്രം. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ, അപ്പം അതിന്റെ അർത്ഥം പെരുന്നാളിന്റെ ആ ഫുൾ ഡേയ്സ് അവരവിടെ സ്പെൻഡ് ചെയ്തു, ജോസഫും മേരിയും. അത് കഴിഞ്ഞിട്ടാണ് അവർ പോകുന്നത്. സാധാരണ ആളുകളൊക്കെ 1-2 ദിവസം കഴിയുമ്പോൾ അവർ പോകും. പക്ഷേ യേശുവിൻ്റെ അമ്മയപ്പന്മാർ ദേ സ്റ്റേഡ് ദ ഹോൾ ടൈം, അല്ലാതെ ഭാഗികമായിട്ടല്ല. ഇത് പിന്നെയും കാണിക്കുന്നത് ആ കുടുംബത്തിന് ദൈവത്തോടുള്ള ആ കൂറാണ്, അവരുടെ ആത്മീക നിലവാരമാണ്. എന്നിട്ട് അവിടെ പറയുന്നു, ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. ഇവിടെ എഴുത്തുകാരനായ ലൂക്ക് ഒരു പ്രശ്നം അവതരിപ്പിക്കുകയാണ്. മാതാപിതാക്കളോട് പോകേണ്ടതിന് പകരം ജീസസ് സ്റ്റേഡ് ബാക്ക്. വൈ? ഇവിടെ ശിഷ്യത്വ പരിശീലനത്തിലുള്ളവർ ശ്രദ്ധിക്കണം. വൈ ഡിഡ് ജീസസ് സ്റ്റേ ബാക്ക് ഇൻ ജെറുസലേം? ബാക്കി നമ്മൾ പഠിക്കാൻ പോകുന്നതിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം. ദൈവവചനത്തോടുള്ള അത് പഠിക്കാനുള്ള ആർത്തി നിമിത്തമാണ് മാതാപിതാക്കളോട് പോകുന്നതിനേക്കാൾ യെരുശലേമിൽ യേശു സ്റ്റേ ബാക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ കോപ്പി ചെയ്യണം. നമുക്ക് അങ്ങനെ ഒരു ആർത്തി ഉണ്ടോ പ്രിയരെ? ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി Jesus in his humanity, he was an earnest student of the word of God. ശരിക്കും അവിടുന്ന് ദൈവത്തിന്റെ വചനം പഠിച്ചു മനസ്സിലാക്കി എന്നുള്ളതാണ് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നത്. അങ്ങനെയാണ് അവിടുന്ന് ജ്ഞാനത്തിൽ വളരുന്നത്, ജ്ഞാനത്താൽ നിറയുന്നത്, സ്ക്രിപ്ചറിന്റെ നോളജിനാൽ അവിടുന്ന് നിറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ യെരുശലേമിലുള്ള വളരെ പാണ്ഡിത്യമുള്ള, ദൈവവചനത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളുമായിട്ടുള്ള അവിടുത്തെ ആ ഇന്ററാക്ഷൻ കാണിക്കുന്നത്, he was attracted to them. They are the people. ആലയത്തിൽ വചനമുണ്ട്, ആലയത്തിൽ ദൈവവചനത്തിന്റെ ഡിസ്കഷൻ ഉണ്ട്. I must go to the temple. 8 ദിവസം കഴിഞ്ഞ് മാതാപിതാക്കൾ അവിടുന്ന് പോന്നു. I want to stay. അത്രമാത്രം ദൈവവചനത്തിന് പ്രയോറിറ്റി കൊടുത്ത ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. What about us? ഇങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് യേശുവിനെ അനുഗമിക്കുന്നവർക്ക് ഉണ്ടാകേണ്ടത്. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല എന്നാണ്. അപ്പൊ ഇത് ലൂക്കോസ് എന്ന എഴുത്തുകാരൻ അമ്മയപ്പന്മാരെ ബാഡ് ലൈറ്റ് കാണിക്കുന്നില്ല. യേശു അങ്ങനെ ചെയ്ത് തെറ്റാണെന്നും ലൂക്ക് എന്ന എഴുത്തുകാരൻ കാണിക്കുന്നില്ല. മാത്രമല്ല, വൈഡർ കോണ്ടെക്സ്റ്റിൽ നമുക്കറിയാം ജീസസ് ഈസ് സിൻലെസ്. അതുകൊണ്ട് അവിടുന്ന്
അവിടുത്തെ മറുപടി പിന്നെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അവിടുന്ന് ഇത് ഒരു നിലയിലും അവരെ ഹേർട്ട് ചെയ്യാൻ ചെയ്തതല്ല. അമ്മയപ്പന്മാരറിഞ്ഞില്ല. എന്നിട്ട് 44 വാക്യം കൂടെ ഞാൻ വായിച്ചിട്ട് പറയാം. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും എന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, കാരവൻ പോലെയാണ് പോകുന്നത്. അവരുടെ രീതി എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഏറ്റവും ഫ്രണ്ടിൽ സഹോദരിമാരും കുഞ്ഞുങ്ങളുമാണ്. ഏറ്റവും റിയർ ഭാഗത്ത് സഹോദരന്മാരും യൗവനക്കാരും ഒക്കെയാണ്. ഇങ്ങനെയാണ് വാസ്തവത്തിൽ അവരുടെ ആ പ്രൊസഷൻ, ആ ജേർണിയിൽ സാധാരണ ഉണ്ടാകുന്നത്. അപ്പൊ ജോസഫും മേരിയും, ജോസഫ് ഓർത്തു മമ്മിയുടെ കൂടെ കാണും, മമ്മി ഓർത്തു പപ്പായുടെ കൂടെ കാണും. ഞാൻ നമ്മുടെ ഭാഷ പറയാ കേട്ടോ, നാളെ പപ്പായെന്നും മമ്മിയെന്നും വേദോത്സവത്തിൽ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ ഞാൻ പറഞ്ഞതാ. പ്രത്യേകിച്ച് 12-ാം വയസ്സെന്ന് പറയുന്നത് അവിടെയും ആകാം ഇവിടെയും ആകാം. അങ്ങനത്തെ ഒരു പ്രായമായതുകൊണ്ട് ജോസഫ് ഓർത്തു ചിലപ്പോൾ അവിടെ ആയിരിക്കും, മേരി ഓർത്തു ഇവിടെ ആയിരിക്കും. കുറച്ചു കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴാണ് അവരുടെ കൂട്ടായ്മയ്ക്കും കാര്യത്തിനും ഒക്കെ അവരെല്ലാം കൂടെ മീറ്റ് ചെയ്യുമ്പോഴാണ് ഹീസ് നോട്ട് ഹിയർ. അപ്പോഴത്തേക്ക് ഒരു ഏകദേശം 20 മൈൽസോളം കവർ ചെയ്ത് കഴിഞ്ഞു. ആ ഒരു സന്ദർഭമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്നിട്ട് 45-ാം വാക്യത്തിൽ കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. 46-ാം വാക്യം, 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നത് അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടു. 3 നാളെന്ന് പറഞ്ഞാൽ ഒരു ദിവസം അവർ അങ്ങോട്ട് യാത്ര ചെയ്തു ടുവേർഡ്സ് നാസറത്ത്, 2-ാമത്തെ ദിവസം ഇങ്ങോട്ട് യാത്ര ചെയ്തു, പിന്നെ ഒരു ദിവസം they were looking around for Jesus. ബാലനായ യേശുവിനെ അവര് തിരയുകയായിരുന്നു. അങ്ങനെയാണ് 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നത്, അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതായിട്ട് ജോസഫും മേരിയും കാണുന്നത്. ഇവിടെ നമ്മൾ ദയവായിട്ട് ശ്രദ്ധിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നത് അതവരുടെ ശൈലിയാണ്. വേദ പണ്ഡിതന്മാരായ ആളുകൾ ഇരിക്കും, സ്റ്റുഡൻസ് നടുക്കിരുന്ന് പഠിക്കുന്ന ഒരു പരിചയമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെയായിരുന്നു ഇസ്രായേലിലെ ആ ടീച്ചിങ്ങിന്റെ സെറ്റിങ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ശരിക്കും ഈ വലിയ പണ്ഡിതന്മാരുടെ കാൽപാദത്തിലിരുന്ന് കർത്താവ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ മാത്രമേ ഗോസ്പൽസിൽ ജീസസിനെ ഒരു സ്റ്റുഡൻ്റായിട്ട് നമ്മൾ കാണത്തുള്ളൂ. പിന്നീട് എല്ലാം ഹീ ഈസ് ദ ടീച്ചർ റബ്ബോനി, ഇവിടെ മാത്രമേ ഉള്ളൂ ഹീ ഈസ് എ സ്റ്റുഡൻ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ടീച്ചേഴ്സ് ഇരിക്കും, ആ സ്റ്റുഡൻസ് അവരുടെ മധ്യത്തിലിരിക്കും. സാധാരണഗതിയിൽ അന്നത്തെ ടീച്ചേഴ്സ് എല്ലാം ഇരുന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഡയലോഗ് മോഡാണ്. ശരിക്കും ചില ചോദ്യങ്ങൾ ചോദിച്ചാണ് ഇവരെ ഒന്ന് അവരുടെ ഉത്തരം കേൾക്കാനും അവരുടെ ആ ജ്ഞാനം കേൾക്കുവാനുമായി സ്റ്റുഡൻസ് പരിശ്രമിക്കാറുള്ളത്. ഇവിടെ നോക്കിയേ, യേശുവിന് ദൈവത്തിന്റെ വചനത്തോടുള്ള ആ സീൽ, ആ തീഷ്ണത. ശിഷ്യന്മാരെന്ന നിലയിൽ ശരിക്കും നമ്മൾ ഇതല്ലേ അനുഗമിക്കേണ്ടത്? ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറയാം. ഈ വലിയ പണ്ഡിതന്മാർ നസ്രത്തിൽ ചെന്നാൽ ഇത് കിട്ടുമോ? അതുകൊണ്ട് കാര്യം മനസ്സിലാക്കി സന്ദർഭോചിതമായി ഈ പാണ്ഡിത്യമുള്ള ന്യായപ്രമാണത്തിൽ ഈ പണ്ഡിതന്മാരെ കിട്ടിയ സമയം മുതലെടുത്തുകൊണ്ട് കർത്താവ് അവരുടെ കൂടെ ഇരിക്കുകയാണ്. അവരിൽ നിന്ന് കേൾക്കുന്നു, കർത്താവ് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഒരു
സ്പോഞ്ച് വെള്ളത്തെ ഒപ്പിയെടുക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനം മുഴുവനും ഒപ്പിയെടുക്കുകയാണ് കർത്താവ്. ആ ഒരു സിനാരിയോ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. അവരുടെ ഉപദേശം കേൾക്കുകയും, അപ്പൊ കർത്താവ് കേൾക്കുന്നു, ഹീസ് ലിസണിങ്. ശരിക്കും ഇവിടെ നമ്മൾ കാണുന്ന ഒരു 12 വയസ്സുള്ള ഒരു ബാലൻ, thirsty for spiritual things. യേശുവിനെ അനുഗമിക്കുന്ന നമുക്കിന്ന് 12 വയസ്സല്ല, വയസ്സ് എത്രയുമാകട്ടെ, ഈ ഒരു ആന്തരിക ദാഹം നമ്മുടെ അകത്തില്ലെങ്കിൽ, this is the way God wants us to be. സ്തോത്രം. കേൾക്കുന്നുണ്ട്, അവര് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. എന്നിട്ട് കർത്താവ് അവരോട് ചോദിക്കുകയും ചെയ്യുന്നു. എന്തിനാ കർത്താവ് ചോദിക്കുന്നത്? അയ്യോ, ഇത് മാത്രമല്ല, we got to go down deep. അവര് പറയുന്നതിൽ അപ്പുറമായി മറഞ്ഞു കിടക്കുന്ന ഗുപ്തനിധികളെ പൊക്കിയെടുത്തോണ്ട് വരുവാൻ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുമുണ്ട്. എന്തൊരു ഇൻട്രസ്റ്റ് ആണ് പ്രിയരെ. അങ്ങനെ ഇരിക്കുമ്പോഴാ രക്ഷിക്കപ്പെട്ട് ശിഷ്യനാണെന്ന് പറയുന്ന പുള്ളി കഴിഞ്ഞ ഞായറാഴ്ച പോയോ യോഗത്തിന്? ഓ, എന്നോ പറയാന് പോയില്ല. അതെന്താ? രാവിലെ എഴുന്നേറ്റപ്പോ ഒരു ക്ഷീണം പോലെ. ഇനി പോയ പുള്ളിയോട് ചോദിയില്, അച്ഛാ എന്ത് വരുന്ന അച്ഛാ ഇന്നത്തെ മെസ്സേജ്? വേറെ ആരോടും പറയരുത്, ആ സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയി. ഇതാണ് ഇന്ന് നടക്കുന്നത്. ഉറങ്ങുന്ന ഒരു കൂട്ടര്, പിന്നെ കാലാവസ്ഥ പ്രതികൂലമായ മറ്റൊരു കൂട്ടര്, പിന്നെ അന്ന് ജോലി ചെയ്താല് ഡബിളും ത്രിബിളും ഒക്കെ കിട്ടും, അങ്ങ് ജോലിക്ക് പോയാലോ. അപ്പൊ he was not a multi-millionaire, Jesus, no. 12ാമത്തെ വയസ്സിൽ ഞാൻ ഇതിനാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ പറയും, he is God and therefore yes, he is God, no doubt about it. പക്ഷെ ഞാൻ 40ാം വാക്യവും 52ാം വാക്യവും പറയാൻ കാരണം, this is in his perfect humanity. അതിനാണ് ഞാൻ അല്പം 1 മിനിറ്റ് 2 മിനിറ്റ് എടുത്ത് 40ാം വാക്യവും 52ാം വാക്യവും നിങ്ങളോട് പറഞ്ഞത്. ശരിക്കും 52ാം വാക്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചാൽ ഈ 12 മുതൽ അടുത്ത 18 വർഷത്തെ കാര്യം എല്ലാം കൂടെ ക്രോഡീകരിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യമാണ്. അതുകൊണ്ട് നമ്മളിത് എഴുതിത്തള്ളരുത്. ഇങ്ങനെ ഒരു യേശുവിനെ അനുഗമിക്കാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശുവിന്റെ ഹ്യൂമാനിറ്റിയിൽ യേശു കാഴ്ചവെച്ച ജീവിത ശൈലിയാണ് ആത്മനിറവുള്ള ദൈവത്തിന്റെ പൈതൽ അനുദിനം അനുഗമിക്കേണ്ടത്. ഇഫ് വി ഹാവ് നോട്ട് ബീൻ ലൈക്ക് ദാറ്റ്, ഇന്ന് മാനസാന്തരപ്പെട്ട് ദൈവവചനം വായിക്കുക മാത്രമല്ല, പഠിക്കുക മാത്രമല്ല, ആഴമേറിയ സത്യങ്ങൾ മനസ്സിലാക്കി ആ ദൈവവചനപ്രകാരം ജീവിക്കുവാനും നമ്മളെ തന്നെ നമുക്ക് പ്രതിഷ്ഠിക്കാം. സഭാ മൂപ്പന്മാരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് കേൾക്കാനാണ് ദൈവത്തിന്റെ ജനം പള്ളിയിൽ വരേണ്ടത്. ഒരു മീറ്റിംഗ് മിസ് ചെയ്താൽ യു ലോസ് സംതിങ് എന്നുള്ള ഒരു ചിന്ത ജനത്തിനുണ്ടാകണം. പക്ഷെ മിക്ക ചർച്ചിലും ചെന്നാൽ സംഭവമൊന്നുമില്ല, അല്ലേ? ഇത് കുഴഞ്ഞു അവിയലാണോ അല്ല, സാമ്പാറാണോ അല്ല, രണ്ടും കൂടെ മിക്സിക്കകത്ത് കൂട്ടിയിട്ടടിച്ച് എന്തോ ഒരു പരുവം. പിന്നെ എല്ലാരും പറയുന്നു ഭയങ്കര ആരാധനയായിരുന്നു. എത്ര ആരാധിച്ചു? വചനം പറയാൻ പോലും നേരമില്ലാതെ പോലെ ആരാധിച്ചു. ഇന്ന് വരെ എനിക്ക് മനസ്സിലാകാത്തൊരു മർമ്മമാണ്. വചനത്തിന് നമ്മളെ കാണിക്കാനുള്ളത് ജീസസ് ക്രൈസ്റ്റ്. ജീസസ് നമ്മളെ കാണിക്കുന്നത് കണ്ടോ ഈ ഭാഗത്ത്? ഹി സോ ഇൻട്രസ്റ്റഡ് ഇൻ ദ വേൾഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടുത്തെ കുറെ ആളുകൾ പറയുന്നത് വചനമല്ല ബ്രദറെ ആവശ്യം. പിന്നെ എന്തുവാ ബ്രദറെ ആവശ്യം? My Lord was interested in studying the word of God. Don't be fooled. ഇഗ്നറന്റ് ആയിട്ടുള്ള ആളുകൾ അതും ഇതും പറയുമ്പോൾ അത് നമ്മളെ കളിപ്പിക്കരുത്. ദൈവവചനത്തിന് വിപരീതമായി പോരാടുന്ന ഒരു അന്ധകാര വ്യാപാരമുണ്ട്. ചില ആളുകൾ നിഷ്കളങ്കരാണ്, ഗൗരവം അറിയാതെയാണ് അവർ പറയുന്നത്.
യേശുവിനെ നിങ്ങൾ കാണൂ പ്രിയരെ. ശിഷ്യത്വത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, യേശുവിന്റെ ആവേശം നിങ്ങൾ കണ്ടോ? ഈ യേശുവിന്റെ ആത്മാവ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ അതെന്നെ വചനത്തിൽ നിന്ന് മാറ്റുകയല്ല, എന്നെ വചനത്തിലേക്ക് നയിക്കുകയാണ്. And to know the deeper truths in the word of God, he is asking probing questions. പണ്ഡിതന്മാരോട് ചോദിക്കുക. സ്തോത്രം. ദൈവ മക്കൾ, ദൈവസഭകൾ, ദൈവദാസന്മാർ, മടങ്ങി വാ ദൈവത്തിന്റെ വചനത്തിലേക്ക്, അതിന്റെ യഥാർത്ഥ വ്യാഖ്യാനത്തിലേക്ക്. ഇവര് യെരുശലേമിലെ വലിയ പണ്ഡിതന്മാരാണ്. കർത്താവ് ഓപ്പർച്യൂണിറ്റി എടുക്കുകയാണ് അവരുമായിട്ട് ഡയലോഗ് ചെയ്യാൻ. എന്തായിരിക്കും കർത്താവ് ചോദിച്ചത്? I don't know, അവിടെ എഴുതിയിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും അവർക്ക് പഴയ നിയമത്തെക്കുറിച്ച് അല്ലെങ്കിൽ ന്യായപ്രമാണത്തെക്കുറിച്ച് അവരുടെ വ്യൂസ്, അവരുടെ ചിന്തകൾ സാർ പറഞ്ഞാട്ടെ. മെസ്സിയയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ എന്താണ് ആ വചനത്തെ കുറിച്ച് ചിന്തിക്കുന്നത്? സാക്രിഫിഷ്യൽ സിസ്റ്റം, യാഗത്തിന്റെ സിസ്റ്റം ഒന്ന് പറഞ്ഞാട്ടെ. ലെറ്റ് മീ ജസ്റ്റ് ഹിയർ വാട്ട് യു വാണ്ട് ടു സേ. എന്നിട്ട് ചോദ്യങ്ങളും അങ്ങോട്ട് ചോദിക്കുക. അന്തം പോയി അവര്. ഞാനേ അവിടെ എഴുതിയിട്ടില്ല, എന്റെ മനസ്സിൽ വരിക. അവര് പരസ്പരം പറഞ്ഞു കാണും, സാറേ സൂക്ഷിച്ച് വേണേ, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. 12 വയസ്സേ ഉള്ളൂ, നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. പണ്ഡിതന്മാർക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇവിടെയാണ് കർത്താവിനെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് പോർട്രേ ചെയ്യുന്നത്. പിന്നീടെല്ലാം നമ്മൾ ടീച്ചറായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇങ്ങനെ ഈ ശാന്തമായി കർത്താവ് കേൾക്കുന്നു, ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. But I will tell you, very soon പബ്ലിക് മിനിസ്ട്രിയിലേക്ക് ഇറങ്ങുമ്പോൾ റിയലി ജീസസ് അവരുടെ ഈ കാര്യങ്ങളും അവരുടെ അതോറിറ്റിയിൽ നിന്നുകൊണ്ട് അവർ പറഞ്ഞു വെച്ചതുമായ പല കാര്യങ്ങളെ the Lord shattered it. അത്രമാത്രം ദൈവവചനത്തിൽ അവിടുത്തെ മനുഷ്യത്വത്തിൽ വില കൊടുത്ത് അവിടുന്ന് പഠിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ആഴമുള്ള ചോദ്യങ്ങൾ അവരോട് കർത്താവ് ചോദിച്ചു. 47-ാം വാക്യം. അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരത്തിലും വിസ്മയം തോന്നിയെന്ന്. 12 വയസ്സുള്ള ഒരു ബാലൻ. അല്ല, നമ്മുടെ പിള്ളേരോ? അത് വിടരുതേ ആ തോട്ട്. നമ്മുടെ പിള്ളേരോ? നമ്മുടെ പിള്ളേര് ഡിജിറ്റൽ സംവിധാനത്തിൽ വിസ്മയിച്ചിരിക്കുക. നമ്മൾ കൊടുത്തതെന്തോ വിലയാണ് പ്രിയരെ. അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വേദശാസ്ത്രപരമായ അറിവ് അപാരമായിരുന്നു. പാസ്റ്റർക്ക് എങ്ങനെ അറിയാം? അതാ അവരുടെ റിയാക്ഷൻ. വിസ്മയിച്ചു. At the age of 12, how did you grasp all that? Oh, Joseph, my dad taught me in the synagogue. We had a place of learning. I learned the scriptures. എന്താണിത്? ഇതിനേക്കാൾ നമുക്ക് വലുതാണ് എന്താ? മുട്ടയെന്ന് വിരിയുന്നതിന് മുമ്പ് എന്താണ് അഡ്മിഷൻ എടുക്കുന്ന പുള്ളികളുണ്ട് എവിടെയും. എന്താ? അത് ഭയങ്കര, കാരണം അവിടെ കിട്ടത്തില്ല പെട്ടെന്ന്. അപ്പം അഡ്മിഷനൊക്കെ കിട്ടത്തില്ല. കാരണം മോൻ വലിയ സംഭവമാകണം, മോള് വലിയ സംഭവമാണ്. അതിനേക്കാൾ വലുതാണ് your understanding of scriptures. I may sound like an old-fashioned fellow, but I'm telling you the truth. എന്നാ പ്രൊഫഷണലായി എന്നാ നേടിയാൽ എന്താ? മകനും മകളും നിത്യതയിലില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം പ്രിയരെ? ശരിക്കും മാതാപിതാക്കളല്ലേ വഞ്ചിച്ചത്? We need to return. അവന്റെ വിവേകത്തിലും ഉത്തരത്തിലും എന്ന് പറഞ്ഞാൽ
തുളച്ചു കയറുന്ന, ഉൾക്കാഴ്ചയുള്ള, വളരെ ആഴമുള്ള കാര്യങ്ങളാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. പണ്ഡിതൻ വലിയ സെമിനാരി പഠിച്ച് റബിമാരുടെ ഒക്കെ കാൽപാദത്തിൽ പഠിച്ചു വന്ന 12 വയസ്സുകാരന്റെ മുമ്പിൽ അമ്പരന്ന് പോയി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹി ഈസ് ഡിസ്കസിങ് തിയോളജി. നോ 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 ബ്രദർ, നമുക്ക് തിയോളജി അല്ല വേണ്ടത്, തീയാണ് വേണ്ടത്. എൻ്റെ ബ്രദറെ, യഥാർത്ഥ തീ കത്തണമെങ്കിൽ തിയോളജി വേണം. ദൈവത്തെക്കുറിച്ചുള്ള പഠനമാണ് തിയോളജി. ചുമ്മാ അതിങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞാൽ സാധുക്കളായ അമ്മാമ്മമാര് കൈകൊട്ടും. കേൾക്കുന്ന എല്ലാത്തിനും കൈകൊട്ടാൻ നിൽക്കല്ലേ, കാര്യം മനസ്സിലാക്കുക. ഏത പുസ്തകം വായിരെ, വിസ്മയം തോന്നി എന്നാ, വിസ്മയം തോന്നി. അപ്പം അവിടുത്തെ ജ്ഞാനവും അറിവും ഒരു 12 വയസ്സുള്ള ബാലനെ കവിയുന്നതാണ്. ഒരു വേദ പണ്ഡിതൻ ഈ വിസ്മയം എന്നുള്ള വാക്ക് വ്യാഖ്യാനിച്ചത് ഞാൻ അതുപോലെ എടുത്തു പറയാം. They were driven out of their senses എന്ന അർത്ഥം. അമ്പാലിച്ചു പോയി, ഇതെന്താണ് ഈ കേൾക്കുന്നത്? ഒരുമാതിരി 2 കാര്യം പറഞ്ഞാൽ ആളുകൾ അങ്ങ് ഒതുങ്ങും. ഇത് 2 കാര്യമല്ല, 10 കാര്യം പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് അത് സംബന്ധിച്ച് കാര്യം ചോദിക്കും. എന്ത് ചെയ്യും? ആ വീടിന്റെ അന്തരീക്ഷവും ജോസഫ് ഒക്കെ അപ്പൊ ആരായിരുന്നു? സ്തോത്രം. I agree that they didn't know all the revelations about the Messiah and all. No. പക്ഷേ ഒരു ബാക്ക്ഗ്രൗണ്ട് അവർ കൊടുത്തു. അപ്പൊ ഇത് പെട്ടെന്ന് നമ്മൾ ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറയാം, പെട്ടെന്ന് നമ്മുടെ ഉള്ളത്ത് വരുന്നത്, പാസ്റ്ററെ ആ പരീക്ഷന്മാർക്കും അമ്മമാർക്ക് വല്ലതും അറിയാമോ ഇത് ദൈവത്തിന്റെ പുത്രനായി ഇരിക്കുന്നതെന്ന്? അവിടുത്തോട് മത്സരിക്കാനോ കിടപിടിക്കാനോ ആർക്കെങ്കിലും കഴിയുമോ? ഇതാണ് നാച്ചുറലി എല്ലാവരും ചോദിക്കുന്നത്. പക്ഷെ അതിനാണ് ഞാൻ പറഞ്ഞത് 40-ാമത്തെ വാക്യവും 52-ാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദിസ് ഈസ് ഹിസ് ഹ്യൂമാനിറ്റി. ഇതാ ദൈവത്തിന്റെ ഒമ്നിഷ്യൻസിലല്ല. മനുഷ്യനായ ക്രിസ്തു 12-ാമത്തെ വയസ്സിൽ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ അന്തം വിടത്തക്കവണ്ണമുള്ള ജ്ഞാനം പ്രദർശിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ദാറ്റ്സ് വെരി ചാലഞ്ചിങ്. കർത്താവ് പ്രിയരെ, നമ്മൾ കർത്താവിനെ അനുഗമിക്കുമ്പോൾ ഇതിനായി ദൈവം നമ്മൾക്ക് കൃപ തരട്ടെ പ്രിയരെ. ദൈവവചനത്തെ അല്ലാതെ ഇത് ജസ്റ്റ് ക്രിസ്ത്യാനികളുടെ പുസ്തകം, റിലീജിയസ് ബുക്ക്, പിന്നെ പപ്പായും മമ്മിയും പറഞ്ഞിട്ടുണ്ട് 1 അധ്യായം വായിച്ചേച്ചേ കിടക്കാവൂ. വാട്ട്സ് ഓൾ ദാറ്റ് സ്റ്റഫ്? ഞാനൊരു സങ്കീർത്തനം വായിച്ചേച്ച എല്ലാ ദിവസവും കിടക്കും. ഇതൊക്കെ നല്ല കാര്യമാണ്. ആർ യു എ സ്റ്റുഡന്റ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്? ഈ വായിക്കുന്ന പഠിക്കുന്ന വചനത്തിലെ റെവലേഷൻ അബൌട്ട് ക്രൈസ്റ്റ്. സ്തോത്രം. നമ്മുടെ ആത്മീക ദാരിദ്ര്യം തിരിച്ചറിഞ്ഞ് എൻ്റെ പ്രാർത്ഥന നമ്മൾക്കൊരു മടങ്ങിവരവുണ്ടാകണം. ബോസ്റ്റൺ പ്രെയർ ലൈനിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യരായ സഹോദരി സഹോദരന്മാരെ, യൗവനക്കാരെ, യുവതികളെ, ഇറ്റ്സ് ടൈം ഫോർ എ ചേഞ്ച്. ഇറ്റ് ഈസ് ടൈം ഫോർ എ ചേഞ്ച്. ഈ ഡെഡായിട്ടുള്ള സിക്കനിങ് വേയിൽ പോകുന്നത് നിർത്തിവെച്ചിട്ട് ജീവന്റെ ഉറവയാകുന്ന ക്രിസ്തുവിലേക്ക് മടങ്ങി വാ. There are no shortcuts. There is only one cut. അത് ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. അല്ലാതെ വേറെ ഒരു പരിപാടിയും വരത്തില്ല. You cannot replace the word of God with songs. You cannot replace the word of God with any other thing. പിക്നിക്കിന് പോകാം. പിക്നിക്ക് പോകുവോ വരുവോ, ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയത്തില്ല. Oh, we have a good fellowship. Oh, it's so joyful. ജോയ് ഒക്കെ നല്ലതാ. എന്നിട്ട് ഒരു ഫെലോഷിപ്പ്, ഒരു സ്ഥലമുണ്ടല്ലോ ഫെലോഷിപ്പ്, അത് പോയി കുക്കി കഴിക്കുക, ഇതൊക്കെ നല്ല കാര്യമാണ്. കാപ്പി കുടിക്കുക, കുക്കി കുടിക്കുക, അങ്ങോട്ട് ഇട്ടാൽ കുഞ്ഞുങ്ങളെ സന്തോഷമായിരിക്കുന്നത്. എന്നമ്മേ കുഴപ്പമില്ലടി, അതൊക്കെ നല്ല കാര്യമാണ്. ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം. കുക്കി കഴിക്കുന്നതല്ല വിഷയം. Return, my brothers
റിട്ടേൺ. അല്ലെങ്കിൽ നമ്മൾ ഈ പഠനം ഒരു വേസ്റ്റാണ്. ഇത് നമ്മളെ ഒരു തീരുമാനത്തിലേക്ക് നയിക്കണം. ഈ ഡയലോഗാണ് ഈ പണ്ഡിതന്മാരെ അമ്പരപ്പെടുത്തിയത്. കർത്താവ് കൊടുക്കുന്ന മറുപടിയുടെ ഇൻസൈറ്റുകൾ, അവരുടെ അവർ വിഷയങ്ങൾ പറയുമ്പോൾ ആ വിഷയത്തിനകത്ത് കിടക്കുന്ന മർമ്മത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തിരിച്ചു മറുപടി പറയാൻ അത്ര ഇൻസൈറ്റ് ആണ് കർത്താവിന്. 3 ദിവസം 12 വയസ്സുള്ള ഒരു ബാലൻ, he is talking the word of God. Scholars are astonished, amazed. നമ്മുടെ പിള്ളേരെ ഇപ്പൊ അങ്ങോട്ട് മാറ്റിവേ, അത് നമ്മുടെ കാര്യം. ഇങ്ങനെ ഒരു തറവ് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, ആഗ്രഹിച്ചിട്ടുണ്ടോ? ഈസ് ദാറ്റ് അവർ പ്രയോറിറ്റി? നമ്മളിപ്പോ ജീസസ്, നമ്മൾ വളരെ മാനുഷികമായി ഞാൻ പറയാം, ഓക്കെ, മാനുഷികമായി ജീസസിനടുത്ത് നിന്ന്, ജീസസ് പിതാക്കൾ പോയി, ജോസഫ് മേരി ഇപ്പൊ അവർ കാരവനിലോട്ട് കയറുന്നു, ഞാൻ കണ്ടതാ. ഓക്കെ താങ്ക് യു let me stay here. This is the most exciting thing than going back home to Nazareth. This is so exciting. സ്തോത്രം. Priority is the word of God. ഇന്ന് നമുക്ക് എവിടെങ്കിലും ഒരു സ്ഥലത്ത് പോയി, ഒരു ബൈബിൾ അല്ല, നമ്മുടെയൊക്കെ വീട്ടിൽ നമുക്കിത് ചോദിക്കേണ്ടത് ഏത് ട്രാൻസ്ലേഷൻ ആൻറ്റിയുടെ കയ്യിലുള്ളതെന്നാണ്. ഇഷ്ടം പോലെ ദൈവവചനത്തിൽ അന്നൊക്കെ ചുരുളുകളാണ്, ഇന്ന് ചുരുളൊന്നുമല്ല. എന്തൊരു പ്രൗഢമായിട്ടാണ് പറയുന്നത്. ബ്രദർ, ബോണ്ടഡ് ലെതറാണ് ബ്രദറെ. നല്ലതാ, അതിനകത്തൊന്നും ഒരു കുറ്റവും ഇല്ല. പക്ഷെ ഇത് തുറന്നു വെച്ചേ പഠിക്കണമെന്നായി പറഞ്ഞത്. എന്നിട്ട് അടുത്തത് ആ വാക്യത്തിൽ, അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. പേരൻസ്, ജോസഫ് ആൻഡ് മേരി കർത്താവിനെ കണ്ടു കഴിഞ്ഞ് എന്താ അതിശയിച്ചത്? ഞങ്ങൾ ഇത്രയും ധൃതി വെച്ച് ഞങ്ങള് യേശുവിനെ തപ്പുക, ഒരു വെപ്രാളവും ഇല്ലാതെ ശാന്തമായിട്ടിരുന്ന് പണ്ഡിതന്മാരുമായിട്ട് ഡയലോഗ് ചെയ്യുക. അവരതിശയിച്ചു. പ്രൈസ് ദി ലോർഡ്. അവരതിശയിച്ചു. ഞാനിവിടെ ഒരു കാര്യം പറയാം, നമ്മുടെ സമയം ഒത്തിരി മുന്നോട്ട് പോകുന്നു. He was there for 3 days interacting with the scholars of that time. നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ മുന്നോട്ട് പോകുമ്പോൾ ഇത് നമ്മൾ ആ സൈലന്റ് ഇയേഴ്സിലേക്ക് ഉള്ള ചില കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട, എന്നാൽ അവിടുന്ന് സ്നാനം സ്വീകരിച്ച ശേഷം പിന്നീട് അവിടുത്തെ പരസ്യ ശുശ്രൂഷയൊക്കെ തുടങ്ങുമ്പോൾ മുക്കിനിട്ട് ഫരീസേരും ശാസ്ത്രിമാരും വാക്കിൽ കൊടുക്കാൻ നോക്കുമായിരുന്നു. തിരിച്ചന്നേരം പറയുന്നത് എന്തെന്നറിയാമോ? The word. How did you get this knowledge? കോളേജിൽ ചെന്നപ്പം മോനോട് ചോദിച്ചു, നിങ്ങൾക്ക് 3 ദൈവമാന്നോടാ? എൻ്റെ മോനെല്ലാം പോയി, മോനിപ്പൊ നിരീശ്വരവാദിയാ. ആന്നോ? അപ്പൊ ത്രിയേക ദൈവം അറിയില്ല അല്ലേ? കണ്ടോ കാര്യങ്ങളുടെ കിടപ്പ്? 40 ദിവസം സ്നാനം കഴിഞ്ഞ് പിശാചിനാൽ നിരന്തരം പരീക്ഷിക്കപ്പെട്ടപ്പോൾ what did the Lord say? He spoke the word. ആവർത്തന പുസ്തകത്തിൽ നിന്ന് അതിനകത്ത് ഒരു തന്ത്രം, അങ്ങോട്ട് കർത്താവിനോട് പിശാച് വചനം പറഞ്ഞു. അന്നേരം കർത്താവ് തിരിച്ചു പറഞ്ഞ എന്താ? ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. സീതാ, എവിടെ കിട്ടി ഇത്? കർത്താവ് നമുക്ക് കൃപ തരട്ടെ പ്രിയ സഹോദരങ്ങളെ, ഇത് റിയലി ഒന്ന് കാണാൻ. ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു സഭയിൽ അംഗത്വം എടുക്കണം. വചനം ശുശ്രൂഷയാണ് പുതിയ നിയമ ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ.
ദൈവവചനം വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ മനസ്സാണ്. നമുക്കും നമ്മുടെ കുടുംബത്തിനും തലമുറയ്ക്കുമുള്ള ദൈവത്തിന്റെ മനസ്സ് വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ 66 പുസ്തകത്തിനകത്താണ്. ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. അല്ലാതെ യോഗത്തിന് വന്ന് ഉറങ്ങി മയങ്ങി ഒരു പരുവത്തിൽ. ആൻഡ് എ ഗുഡ് നമ്പർ ഓഫ് ചർച്ചസ് ആർ നൗ നോട്ട് എക്സ്പ്ലെയിനിങ് ദ വേർഡ്. എക്സ്പോസിഷന് പകരം എന്റർടൈൻമെന്റ് ഇപ്പൊ പലയിടത്തും. ലൈറ്റുകൾ വെക്കുക, പുക പോകുന്നു, പാട്ട് പോകുന്നു. വാട്ട് ഈസ് ദിസ്? ഓ, എന്തൊരു ദൈവ സാന്നിധ്യം! പുക. Where is the word of God? ആദ്യ നൂറ്റാണ്ടിലെ സഭകളിൽ എന്തായിരുന്നു പ്രിയരെ? They followed the pattern of Christ. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. 48-ാം വാക്യം. അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. നാച്ചുറലി, ഒരമ്മയുടെ നാച്ചുറൽ പ്രതികരണമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതിനകത്തൊരു ചെറിയ മൈൽഡ് റിബ്യൂക്ക് ഉണ്ടോ? നിങ്ങളുടെ ചിന്തയ്ക്ക് ഞാൻ വിടുക. പക്ഷെ ഈ ചോദ്യം കർത്താവിന്റെ വളരെ കാതലായ ഒരു മറുപടിക്ക് വഴി തുറക്കുകയാണ്. ബൈ ദ വേ, ഗോസ്പൽസിൽ കർത്താവ് ആദ്യം പറഞ്ഞ വാക്കുകൾ, here it is. അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. മറിയ പറഞ്ഞ എന്താ? നിന്റെ അപ്പനും ഞാനും. യേശു പറഞ്ഞ കേട്ടോ, എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. 12-ാം വയസ്സിൽ he recognized his father was his father in heaven. ഇവിടെയാണ് നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കാണുന്ന കർത്താവിന്റെ. രണ്ടാമത് കാണുന്നത് ജീസസിന്റെ ആ സെൻസ് ഓഫ് പ്രയോറിറ്റി. പേരൻസ് നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, ഞാൻ ഇരിക്കേണ്ടത് ഇവിടെയാണ്, ഇവിടെയാണ്, ആലയത്തിൽ. where the word is, where the presence of God is. നിങ്ങൾക്കത് അറിയത്തില്ലേ? നിങ്ങൾ അറിയേണ്ടിയിരുന്നല്ലോ. കർത്താവിന്റെ മറുപടിയാണ്. അവിടെയൊക്കെ നമ്മൾ ഒരുപാട് നിൽക്കേണ്ടതാണ്. എന്നാൽ ഞാൻ അവിടെ നിൽക്കാതെ മുന്നോട്ട് പോവുകയാണ്. 50-ാമത്തെ വാക്യം കൂടെ വായിച്ചാൽ അവിടെ നിർത്താം. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. 51-ാം വാക്യം. പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്നിട്ടാണ് 52-ാം വാക്യത്തിൽ ഞാൻ നേരത്തെ ഉദ്ധരിച്ച വാക്യം, ആ ബ്രാക്കറ്റ് ക്ലോസ്ഡ്. പക്ഷെ 51-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു. പണ്ഡിതന്മാർ അമേസ്ഡ് ആയിരുന്നു. അത്ര ജ്ഞാനമൊന്നും മേരിക്കും ജോസഫിനും ഇല്ല. മാത്രമല്ല, ഇത് സിൻലെസ് ആണ്. അവർക്ക് ആ സാക്ഷ്യമില്ല. അവർ കുറവുള്ളവരാണ്. പക്ഷെ വാക്ക് കേട്ടോ, നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. പിതാവ് വെച്ച അധികാരത്തിന് ജ്ഞാനമുള്ള, പാപമില്ലാത്ത ദൈവത്തിന്റെ പുത്രൻ അവിടുത്തെ മനുഷ്യത്വത്തിൽ കീഴ്പ്പെട്ടിരുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തവും പറയാം. യഥാർത്ഥ ആത്മീകത കാണുന്നത് ഇവിടെയാണ്. വീട്ടിലില്ലാത്ത ആത്മീകത നാട്ടിൽ കാണിച്ചതുകൊണ്ട് കാര്യമില്ല. പലർക്കും പള്ളിയിലെ വലിയ പുള്ളിയാകുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവം വെച്ച അധികാരം, സഹോദരിമാരെ, ഭർത്താക്കന്മാർക്ക് കീഴടങ്ങും.
കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളോട് അവരെ ഓണർ ചെയ്യണം. സഭാവിശ്വാസികളെ, ദൈവസഭയിലെ മൂപ്പന്മാർക്ക് സബ്മിസീവ് ആയിരിക്കണം. ആ കാര്യത്തിൽ വലിയ പ്രശ്നമാണ് അല്ലേ? പക്ഷെ ഭയങ്കര ആത്മീയ, പ്രബോധിപ്പിക്കും, പാട്ടുപാടും, വർഷിപ്പ് ലീഡർ, ഇതെല്ലാം നല്ലതാണ്. അതൊക്കെ ദൈവം ഓരോരുത്തർക്കും ഓരോ ടാലന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ? പിന്നെ അവൻ അവരോട് കൂടി ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങൾ എല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ 50-ാം വാക്യം പറയുന്നത് അവർ ഗ്രഹിച്ചില്ല. They didn't understand what he said. അപ്പം ആഴത്തിൽ കർത്താവിനെ കുറിച്ചുള്ള ആ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായില്ല. They know something, തീർച്ചയായിട്ടും അവർക്ക് കുറെ കാര്യങ്ങൾ അറിയാമെങ്കിലും എല്ലാ വെളിപ്പാടും ഇല്ല. അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഞാൻ നിർത്താൻ പോവാ. പപ്പായും മമ്മി എന്ത് ചെയ്യും? പാസ്റ്റർ, ഇപ്പൊ ഈ പ്രസംഗം കേട്ടപ്പോഴും ഞാൻ ഓർത്ത്, പപ്പായും മമ്മി എന്ത് ചെയ്യും? മാതാപിതാക്കളോടുള്ള മനോഭാവം എന്താണ്? അവരെ സംരക്ഷിക്കുന്നത് ആത്മീയതയാണ് കേട്ടോ. കേരളത്തിലെ സംസ്കാരമൊക്കെ മാറി കേട്ടോ. കേരളത്തിലെ സംസ്കാരം മാറി. വിസ കിട്ടിയാൽ പിന്നെ പപ്പ എന്തോ കരഞ്ഞേ പോവുള്ളൂ, അത് വേറെ കാര്യം. അവർക്കറിവില്ല. അവർ തമ്മിൽ ചിലപ്പോൾ നാച്ചുറലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഉണ്ടാകുമായിരിക്കും. ചിലപ്പോൾ അവരുടെ കുടുംബത്തിൽ they are not perfect couple. But the sinless Jesus went, കീഴ്പ്പെട്ടിരുന്നു. Follow Christ. Okay? Follow Christ, my brethren. God bless you. Sorry I took a little 1 or 2 minutes more. God bless you. Thank you, Auntie.